എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് അത് വളരെ വലിയൊരു കാര്യമല്ലേ, ഒരു സംഭവം തന്നെയാണ്. നമുക്ക് നല്ലൊരു കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ, നമ്മൾ നല്ലൊരു ഫോക്കസോടെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അതിന് നമുക്കൊരു 100% റിസൾട്ട് നമുക്ക് കിട്ടില്ല. എന്ത് ചെയ്യാനാണെങ്കിൽ തന്നെ, അത് പഠിക്കാൻ മാത്രമല്ല, നമുക്കൊരു ജോലി ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതാനാണെങ്കിൽ, വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വായിക്കാനാണെങ്കിൽ, ഒന്നും വേണ്ട, വെറുതെ TV കാണാനാണെങ്കിൽ കൂടെ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ നല്ല കോൺസെൻട്രേഷനോട് കൂടി നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. വൈ യു കാൺ ഫോക്കസ് ആൻഡ് ഹൗ ടു ഫിക്സ് ദാറ്റ്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ഫോക്കസ് കിട്ടാത്തത്, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. സോ ഫ്രണ്ട്സ്, ഫോക്കസ് ഇസ് ഓഫ് 2 types. അതായത് ഡയറക്റ്റ് ഫോക്കസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫോക്കസ്. നമ്മൾ ഡയറക്റ്റ് ഫോക്കസ് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി അതിൽ തന്നെയായിരിക്കും നമ്മുടെ ശ്രദ്ധ, വേറെ ഒരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ പോവില്ല. എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിലൊന്നും തലയിടാണ്ട്, നമ്മളതൊന്നും ശ്രദ്ധിക്കാണ്ട്, നമ്മൾ ഏതൊരു കാര്യത്തിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഉള്ള കേസിൽ എന്താ, വിൽ ഡു ദി ബെസ്റ്റ് ഓഫ് അവർ എബിലിറ്റി, അല്ലെ, നമ്മൾ നമ്മുടെ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് ആ കാര്യത്തിൽ ചെയ്യും. അപ്പം നമ്മുടെ ബ്രെയിനിൽ വന്ന ലോഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആ ഒരു കാര്യം മാത്രമേ ബ്രെയിനും ശ്രദ്ധിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പം ലോഡഡ് അല്ല നമ്മുടെ ബ്രെയിൻ. നേരെ മറിച്ച് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫോക്കസ് ആണെങ്കിലോ, അറ്റ് എ ടൈം വിൽ ബി കോൺസെൻട്രേറ്റിംഗ് അറ്റ് ഡിഫറെൻറ്റ് തിങ്സ്, അല്ലേ, ഒരു സമയത്തിന് പല കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധ പോവുകയാണ്. അപ്പം നമ്മുടെ ബ്രെയിൻ അവിടെ ഓവർലോഡഡായി പല കാര്യങ്ങളിലേക്കും നമ്മുടെ ചിന്ത വരികയാണ്. അപ്പം നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ഡിസ്ട്രാക്ഷൻസ് വരും, അതിലൊക്കെ നമ്മുടെ ശ്രദ്ധ പോവും. അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും, എന്താ സംഭവം എന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കും. അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഓവർലോഡഡായി, അങ്ങനെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ടു അവോയ്ഡ് ദീസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫോക്കസ് വി ഹാവ് ടു റിമൂവ് ഓൾ ദി ഡിസ്ട്രാക്ഷൻസ് ദാറ്റ് ഡയറക്റ്റ് അവർ അറ്റൻഷൻ. നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണോ നമ്മുടെ ചുറ്റും വരുന്നത് അതൊക്കെ നമുക്ക് മാറ്റിക്കളയണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ചിലപ്പോൾ പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമായിരിക്കും, എന്തോ ആയിക്കോട്ടെ, ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ കംപ്ലീറ്റ് 100% കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഫോൺ റിങ് അടിക്കണത്, വേണ്ട, അല്ലെങ്കിൽ ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്യണത്. ഈവൻ ഇഫ് ദ ഫോൺ ഈസ് ഇൻ ദ സൈലൻറ്റ് മോഡ്, അത് വൈബ്രേഷൻ ഉണ്ടാവും, അല്ലേ. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു 1/4 പാർട്ട് ഓഫ് ദ അറ്റൻഷൻ വിൽ ബി ഡയറക്റ്റഡ് ടു ദ ഫോൺ. എന്തായിരിക്കും, ആരായിരിക്കും വിളിച്ചത്, എന്ത് മെസ്സേജ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കുമോ. നിങ്ങളുടെ ആ 100% കോൺസെൻട്രേഷനിൽ നിന്ന് ഒരു പാർട്ട് അവിടെ നഷ്ടമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരു സൈഡിൽ നിങ്ങളുടെ വർക്കും നടക്കുന്നുണ്ട്, അതിനു കൂടെ തന്നെ നിങ്ങൾ ആ ഫോണിൻ്റെ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നിങ്ങളുടെ അമ്മ വന്ന് പറയും, ഫുഡ് റെഡിയായി, വന്ന് കഴിച്ചിട്ട് ബാക്കി ഇരുന്ന് പഠിക്കാം. അപ്പം തന്നെ നിങ്ങളുടെ കുറച്ച് അറ്റൻഷൻ നേരെ ഫുഡിലേക്ക് പോയി. എന്തായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, എനിക്കിഷ്ടമുള്ള സാധനമാണ്, ഇനിയിപ്പോൾ കഴിച്ചിട്ട് പഠിക്കാം. അങ്ങനെ നിങ്ങളുടെ ആ 100% കോൺസെൻട്രേഷൻ ഒരു 20%ലും ഇപ്പം നിങ്ങളുടെ അറ്റൻഷൻ ഫുഡിലേക്കായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കോൺസെൻട്രേഷനെ അഫക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ്. ദ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫോൺ തന്നെയാണ്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് നീങ്ങി, നിങ്ങൾക്ക് പെട്ടെന്ന് കൈ എത്താത്ത ദൂരത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തുകൊണ്ട് നിങ്ങളുടെ സെൽഫോൺ വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ പഠിത്തം എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം ആ ഒരു ഫോൺ നോക്കാനും അതിലെന്തെങ്കിലും റെസ്പോൺസ് നിങ്ങൾ കൊടുക്കാനും. നിങ്ങളുടെ കോൺസെൻട്രേഷനെ ഡൈവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോൺസെൻട്രേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ തോട്ട്. അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കംപ്ലീറ്റ് കോൺസെൻട്രേഷനോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് പല പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴായിരിക്കും, അയ്യോ വേറൊരു സബ്ജക്റ്റിൻ്റെ ടെസ്റ്റ് പേപ്പർ നാളെ ഉണ്ട്, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ നോട്ട് സബ്മിറ്റ് ചെയ്യണം, അസൈൻമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. പിന്നെ അതിനകത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ.
അപ്പം അങ്ങനത്തെയൊക്കെയുള്ള കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പേപ്പറും പേനും എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ. എന്നിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വന്നെങ്കിൽ അതൊക്കെ അപ്പം ആ പേപ്പറിൽ നോട്ട് ചെയ്ത് ഇടുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ നോക്കാനായിരിക്കും, എന്തെങ്കിലും ഒരു അർജൻറ്റ് കാര്യം ഒരാളെ ഇൻഫോം ചെയ്യാനുണ്ട്, അത് ഞാൻ ചെയ്തിട്ടില്ല, അതൊക്കെ നിങ്ങൾ ആ പേപ്പറിൽ നോട്ട് ചെയ്യുക. എന്നിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പേപ്പറിൽ എന്തൊക്കെയാണോ നിങ്ങൾ എഴുതിയിട്ടേക്കുന്നത് അതൊക്കെ ചെയ്ത് തീർക്കുക. Another factor that affect your concentration is physiology. അതായത് നമ്മൾ ഒരു 7 to 9 hours എങ്കിലും നമ്മൾ ഉറങ്ങണം. അത് നമ്മുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ എക്സസൈസ് എന്ന് പറയുന്നത് എല്ലാവരും ഒന്നും ചെയ്യേണ്ടാവില്ല അല്ലേ, ചിലപ്പോൾ അവരൊന്നും ശീലം ഉണ്ടാവില്ല. വലിയ ഭാരപ്പെട്ട എക്സസൈസ് ഒന്നും അല്ലെങ്കിലും ജസ്റ്റ് ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കൂടിയോ പുറത്തേക്കൂടിയോ ഒക്കെ നടക്കൽ, വാക്കിംഗ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ, മിനിമം 8 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കണം. നിങ്ങളുടെ ഡയറ്റ്, നിങ്ങളുടെ ഹൈ ഷുഗർ കണ്ടൻറ്റ് ഉള്ള ഫുഡൊക്കെ എപ്പോഴും കഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ കോൺസെൻട്രേഷനെ ഡിക്രീസ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ ഒരു മിനിമം ഫുഡ് കഴിച്ചാലാണ് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വലിയ ക്ഷീണമൊന്നുമില്ലാണ്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് വന്ന പോസിബിൾ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ ശരീരം ഒന്ന് നന്നായി നോക്കിക്കഴിഞ്ഞാൽ, നല്ല ഫുഡൊക്കെ കഴിച്ച് നിങ്ങളുടെ ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ നല്ലോണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.